ഉത്രം നക്ഷത്രം നക്ഷത്രക്രമത്തിൽ 12ാം സ്ഥാനമാണ് ഉത്രം നക്ഷത്രത്തിനെ കൽപ്പിച്ചിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും വിശാല മനസ്കതയും ശുഭാപ്തി വിശ്വാസവും പ്രദർശിപ്പിക്കുന്ന ഉത്രം നക്ഷത്രക്കാർ പൊതുവെ അഭിമാനികളാണ്. സാഹിത്യാദി കലകളിലുള്ള താല്പര്യം മൂലം ഇവർ എപ്പോഴും മറ്റുള്ള വ്യക്തികളുടെ ആദരവിന് പാത്രമാക്കും. ക്ഷമാശീലവും ഉത്കർഷേച്ഛയും ഇവരുടെ മുഖമുദ്ര തന്നെയാണ്. തുടക്കത്തിൽ ചെറിയ നിലയിലാണെങ്കിൽ തന്നെയും ക്രമേണ ഉയർന്ന നിലയിൽ എത്തിച്ചേരുവാൻ ഇവർക്ക് സാധിക്കും. സൗന്ദര്യവും സൗഭാഗ്യവും ഉള്ള ഇവർ സ്വഭാവശുദ്ധിയിലും മറ്റുള്ള വ്യക്തികളെക്കാൾ മുൻപിലായിരിക്കും. അതിരറ്റ ആത്മാർത്ഥതയും സദാചാരബോധവും ഈശ്വരഭക്തിയും കൊണ്ട് അനുഗ്രഹീതരായ ഇവർക്ക് സാത്വികമായിരിക്കുന്ന ആഹാരത്തിലായിരിക്കും കൂടുതൽ താല്പര്യം. മറ്റുള്ള വ്യക്തികളെ സഹായിക്കുന്നതിനും പൊതുകാര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനും ഇവർ എപ്പോഴും സന്നദ്ധരും ആയിരിക്കും. അസാമാന്യമായ പരിശ്രമശാലികളാണ് ഉത്രം നക്ഷത്രക്കാർ. ഈ പരിശ്രമശീലം ഇവരെ അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യും. ബുദ്ധിപരമായ പ്രവൃത്തികളിലും സാങ്കേതിക വിദ്യകളിലും അധ്യാപന മേഖലകളിലും വളരെയധികം ശോഭിക്കുവാനും ഇവർക്ക് സാധിക്കും. ധാരാളം ശിഷ്യന്മാരോ അനുയായികളോ ഉണ്ടാക്കാനും പ്രതാപമുള്ള പല പ്രവർത്തനങ്ങൾ ചെയ്യാനും ഇവർക്ക് സാധിക്കുന്നതാണ്. ഉത്രം നക്ഷത്രക്കാർ പെട്ടെന്ന് ക്ഷുഭിതരാകുമെങ്കിൽ തന്നെയും ഇവർ തികച്ചും ശുദ്ധഹൃദയരാണ്. ക്ഷമിക്കാനും സഹിക്കാനുമുള്ളതായിരിക്കുന്ന കഴിവ് കുറിച്ച് കുറയുമെന്നേയുള്ളൂ. ദേഷ്യമുണ്ടായാൽ പിന്നെ വീണ്ടും വിചാരം കൂടാതെ എന്തും കാട്ടിക്കൂട്ടുവാനും ഇവർ മടികാണിക്കുകയില്ല. പക്ഷേ ഇങ്ങനെയുള്ളതായിരിക്കുന്ന സന്ദർഭങ്ങളിൽ പിന്നീട് അവയെക്കുറിച്ച് പശ്ചാത്തപിക്കാനും ഇവർക്ക് അധിക സമയമൊന്നും വേണ്ടിവരാറില്ല. ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ഭാരിച്ച ചുമതലകൾ വഹിക്കുന്നതിനോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ ബുദ്ധികളും ആയിരിക്കും. എപ്പോഴും പ്രസന്ന ഭാവമായിരിക്കും ഇവരുടെ മുഖത്തെ കളിയാടുക. സഹൃദയത്വവും കലാ താല്പര്യവും ഇവരിലുള്ള സവിശേഷതകളാണ്. കർമ്മോത്സുകരായ ഇവരിൽ നിന്ന് ചതിയും വഞ്ചനയും പൊതുവെ ഉണ്ടാകുവാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ സ്വാർത്ഥതയോ ദുരാഗ്രഹമോ ഒന്നും തന്നെ ഇവരിൽ കണ്ടു എന്ന് വരില്ല. പൊതുകാര്യ ജീവിതത്തിൽ ഇവർ വളരെയധികം ശോഭിക്കും. പക്ഷേ അതിൽ നിന്നുമുള്ളതായിരിക്കുന്ന ഗുണം പ്രായേണ കുറവായിരിക്കും. സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ചു പോലും ഔദാര്യം കാണിക്കുന്ന ഇവർ സ്വന്തം കാര്യത്തിന് പിന്നീട് ക്ലേശിക്കുകയും പതിവാണ്. ദീനാനുകമ്പയും ആശ്രിത വാത്സല്യവും ഇവർക്ക് പൊതുവെ കൂടുതലായിരിക്കും. ചില കാര്യങ്ങളിൽ ഇവർക്ക് വിശ്വാസം ഉറച്ചു പോയാൽ പിന്നെ ആർക്കും തന്നെ ഇവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ സാധിക്കില്ല. യുക്തിവാദവും പ്രേരണാശക്തിയുമെല്ലാം തന്നെ ഇവരുടെ വിശ്വാസത്തിന് മുൻപിൽ നിഷ്പ്രഭങ്ങളായിരിക്കും. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളൊക്കെ മുൻപ് പറഞ്ഞ ഈ ലക്ഷണങ്ങളിൽ അധികവും ഉണ്ടായിരിക്കും. എങ്കിലും ഇവർ പൊതുവെ ശാന്ത സൗമ്യ പ്രകൃതക്കാരായിരിക്കും. ഇവരിൽ ചില വ്യക്തികളുടെ മുഖത്ത് എന്തെങ്കിലും ഒരു മറുകടയാളവും കാണപ്പെടാറുണ്ട്. അഴകുള്ള ശരീരവും ആകാരവടുവും ഇവർക്കുണ്ടാകും. ഗുരുത്വവും ഈശ്വരഭക്തിയുമുള്ള ഇവർ സമാധാനകാംക്ഷികളും ആയിരിക്കും. നല്ല വാക്കുകൾ സംസാരിക്കുന്ന ഇവർ കഴിവതും ആരോടും ശത്രുത പുലർത്താറില്ല. ഉത്രം നക്ഷത്ര ജാതരായിരിക്കുന്ന വ്യക്തികൾ പൊതുവെ 3 വയസ്സ് വരെയുള്ള കാലഘട്ടം അവർക്ക് ഭാരാരിഷ്ടത നിറഞ്ഞിരിക്കുന്നതായ സമയമാണ്. അതിനുമേൽ 13 വയസ്സ് വരെയുള്ള കാലഘട്ടം ഗുണാനുഭവങ്ങളെല്ലാം തന്നെ വന്നു ചേരുന്ന സമയമാണ്. വിദ്യാഭ്യാസത്തിലെല്ലാം തന്നെ അനുയോജ്യമായിരിക്കുന്ന അവസ്ഥ ഈ സമയത്തിൽ വന്നു ചേരും. 13 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള കാലഘട്ടം ഗുണദോഷ മിശ്രമായിരിക്കുന്ന കാലഘട്ടമാണ്. 20 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ള കാലഘട്ടം സാമാന്യം നല്ല രീതിയിൽ ഗുണമുണ്ടാകുമെങ്കിൽ തന്നെയും പല പ്രകാരത്തിലുള്ള വിഷമതകളും വന്നു ചേരും. പൊതുവെ ഇവരിൽ മിക്കവരും 38 വയസ്സിന് ശേഷമായിരിക്കും കൂടുതൽ അഭിവൃദ്ധിപ്പെടുക. 38 വയസ്സിന് ശേഷം 54 വയസ്സ് വരെയുള്ള കാലഘട്ടം ഗുണപ്രദമായ സമയമാണ്. ഈ കാലഘട്ടത്തിൽ പല വലിയ കാര്യങ്ങളും നേടുവാൻ ഇവർക്ക് കഴിയുന്നതാണ്. പുതിയ ഗൃഹം, വാഹനം മുതലായുള്ള കാര്യങ്ങൾ ലഭിക്കാനും സന്താനാദികൾക്ക് അഭിവൃദ്ധി, സൽക്കളത്ര ഭാഗ്യം തുടങ്ങിയവയെല്ലാം തന്നെ ഈ സമയത്തിൽ അനുഭവമാക്കും. പണത്തെ അപേക്ഷിച്ച് പ്രതാപവും സൽകീർത്തിയും സജ്ജന ബഹുമാന്യതയുമാണ് ഇവർക്ക് കൂടുതലായി നേടുവാൻ കഴിയുക. ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ ദൈവാധീനമുള്ള വ്യക്തികൾ തന്നെയാണ്. ഉത്രം നക്ഷത്ര ജാതരായിരിക്കുന്ന വ്യക്തികളുടെ പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങൾ ചിത്ര, വിശാഖം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. ഉത്രം നക്ഷത്രക്കാർ 2 രാശിയിലായുണ്ട്. ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യ പാദം ചിങ്ങരാശിയിലാണ്. ഈ ചിങ്ങരാശിക്കാർക്ക് അഷ്ടമരാശിക്കൂറിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങൾ പ്രതികൂലമായിരിക്കുന്ന നക്ഷത്രങ്ങളാണ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതി നക്ഷത്രവും. കന്നിരാശിയില് ഉത്രം നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗം കന്നിരാശിയിലാണ്. ഈ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക്
അഷ്ടമരാശിക്കൂറായ മേടം രാശിയിൽ ജനിച്ച വ്യക്തികൾ പ്രതികൂലങ്ങളാണ്. അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗവും. ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായി ആശയവിനിമയം നടത്തുന്നതും കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെടുന്നതും ദോഷത്തിൽ കലാശിക്കുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ഇവർക്ക് ചൊവ്വയുടെയും വ്യാഴന്റെയും ബുധന്റെയും ദശാകാലം പൊതുവെ ദോഷപ്രദമായിരിക്കുന്ന സമയമായതിനാൽ ഈ സമയത്തിൽ വിധിപ്രകാരമുള്ള പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. ആദിത്യ പ്രീതികരങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്രം നക്ഷത്ര ജാതകർക്ക് ശുഭഫലം പ്രദാനം ചെയ്യും. നിത്യവും അല്പസമയം സൂര്യപ്രാർത്ഥനയോടുകൂടി വെയിലേൽക്കുന്നതും നല്ലതാണ്. പ്രത്യേകിച്ച് ചിങ്ങൻ രാശിയിൽ ജനിച്ച ഉത്തര നക്ഷത്രക്കാർക്ക് രാശിയുടെ അധിപൻ കൂടി സൂര്യനാകിയാൽ ആദിത്യ പ്രാർത്ഥന ക്ഷിപ്രഫലം പ്രദാനം ചെയ്യും. കാർത്തിക, ഉത്രം, ഉത്രാടം എന്നീ ജന്മാനുജന്മ നക്ഷത്രങ്ങൾ ക്ഷേത്ര ദർശനത്തിനും മറ്റു ശുഭ കാര്യങ്ങൾക്കും ഉത്തമമാണ്. ഉത്തര നക്ഷത്രവും ഞായറാഴ്ചയും ചേർന്നു വരുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടുകൂടി വ്രതജപാദികൾ നടത്താവുന്നതാണ്. കന്നിരാശിയിൽ ജനിച്ച വ്യക്തികള് ബുധനെ പ്രീതിപ്പെടുത്തുന്ന പരിഹാര കർമ്മങ്ങൾ നടത്തുന്നതും ഗുണം ചെയ്യും. ഉത്രം നക്ഷത്രത്തിന്റെ ജന്മവൃക്ഷം ഇത്തിയാണ്. ഒട്ടകമാണ് മൃഗം, കാക്കപക്ഷി, പുരുഷയോനി, മനുഷ്യഗണം, ഭഗനാണ് താരദേവത. ഇതിൽ പറഞ്ഞ പക്ഷിമൃഗാദികളെ ഒന്നും തന്നെ ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് പറയാ. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുടെ അനുയോജ്യമായ നിറവും ചുവപ്പും പച്ചയും കാവി നിറവുമാണ്. അനുയോജ്യമായ രത്നം മാണിക്യമാണ്. ജാതക വിശകലനത്തിന് ശേഷം മാത്രം ഭാഗ്യരത്ന നിർണയം നടത്തുക. നന്ദി, നമസ്കാരം. ഉത്രം നക്ഷത്രം